ഒരു ചെമ്മീൻ റെസിപ്പി അത് ഈ സോഷ്യൽ മീഡിയ മുഴുവൻ വൈറലാവാനായിട്ട് എന്തായിരിക്കും കാരണം? വേറൊന്നുമല്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഉണ്ടാക്കാനാണെങ്കിൽ അത്ര എളുപ്പമാണ്. ഉണ്ടാക്കി നോക്കാതെയും കഴിക്കാതെയും പോയിട്ടുണ്ടെങ്കിൽ വൻ നഷ്ടമാണ് ഒരു റെസിപ്പി. അപ്പോൾ ബേസിൽ ജോസഫിൻ്റെ ഷെഫൊക്കെ കൂടിയിട്ട് വൈറലാക്കിയിട്ടുള്ള ഈ ഒരു ഐറ്റം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് നല്ല വലിപ്പമുള്ള ചെമ്മീൻ എടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കിവിടെ ഒരു മീഡിയം സൈസിലുള്ള ചെമ്മീനാണ് കിട്ടിയത്. തീരെ കുഞ്ഞല്ല, ഒരിടത്തരം. അത് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. 1 കിലോ ചെമ്മീനാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ചെമ്മീൻ്റെ ഉള്ളിൽ ഒരു കറുത്ത നാരുണ്ടാവും. ക്ലീൻ ചെയ്യുമ്പോൾ അത് എടുത്ത് കളയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് വയറിന് ബുദ്ധിമുട്ടുണ്ടാക്കും ചിലവർക്ക്. ഇതിൽ സ്പെഷ്യലായിട്ടൊരു മസാല ആഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ടേസ്റ്റിന് അത്രയും അടിപൊളിയാക്കണേ. അപ്പോൾ മസാല ഉണ്ടാക്കാനായിട്ട് 1 കുടം വെളുത്തുള്ളി വേണം, ഒരു മീഡിയം സൈസുള്ള ഇഞ്ചി വേണം, 1 ടീസ്പൂണ് മുഴുവനോടെയുള്ള കുരുമുളക് ഇല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർത്താലും മതി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം തന്നെ ഗരം മസാലയും കൂടെ ചേർക്കുക. പിന്നെ വേണ്ടത് മല്ലിയിലയാണ്. 1 പിടി മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 5-6 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇത് അരച്ചെടുക്കാനായിട്ട് നമ്മൾ വെള്ളമല്ല ചേർക്കണേ. വെള്ളത്തിന് പകരമായിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും അതുപോലെ 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് അരച്ച് നോക്കുക. വിനാഗിരി കുറവാന്ന് തോന്നുകയെന്ന് വെച്ചാൽ, അതായത് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കുറവാന്ന് തോന്നുകയെന്ന് വെച്ചാൽ വെള്ളമല്ല ചേർക്കേണ്ടത്, വിനാഗിരി ചേർത്തിട്ടാണ് പിന്നെയും അരച്ചെടുക്കേണ്ടത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം അരച്ചെടുക്കുക. ഞാൻ അരച്ച മസാലയിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടിയോ എന്നൊരു സംശയം ഇല്ലാതില്ല. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ ഇച്ചിരി കുറവ് ചേർത്താൽ മതി. അരച്ച് വെച്ചേക്കണ ഈ സ്പെഷ്യൽ മസാല ക്ലീൻ ചെയ്ത് വെച്ചേക്കണ ചെമ്മീനിലേക്ക് ഇട്ട് കൊടുക്കുക. കൈ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ടോ ഒക്കെ മിക്സ് ചെയ്യാം. ഇത് അത്യാവശ്യം എരിവുണ്ടാവും. നമ്മൾ കുരുമുളകും അതുപോലെ മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. പിന്നെ ഇതിൽ മെയിൻ എരിവെന്ന് പറയുന്നത് കുരുമുളകാണ്. പിന്നെ ലാസ്റ്റ് നമ്മൾ കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എക്സ്ട്രാ എരിവ് വേണമെങ്കിൽ ഇതിൻ്റെ അളവൊക്കെ കൂട്ടി കൊടുത്താൽ മതി. ഇത് അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. ഞാനിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇതുണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കോക്കനട്ട് ഓയിൽ തന്നെ ചേർക്കണം. വേറെ സൺഫ്ലവർ ഓയിലോ ഒക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിതെല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യണേ. കാണുമ്പോൾ കുറേ ആയിട്ട് തോന്നുമെങ്കിലും ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് ചെമ്മീനൊക്കെ ചുങ്ങിപ്പോയിട്ട് കറക്റ്റ് ഓരോ ചെമ്മീനും ഫ്രൈ ആയിട്ട് വരാനുള്ള സ്പേസൊക്കെ കിട്ടും. ചെമ്മീൻ വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലൊരു റെസിപ്പി ട്രൈ ചെയ്യണേ. സാധാരണ ചെമ്മീൻ വാങ്ങുമ്പോൾ തൃശ്ശൂർ സ്റ്റൈൽ ഒരു മീൻകറി ഉണ്ടാക്കും, ഒരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കും, പിന്നെ ചെമ്മീൻ ബിരിയാണി. പക്ഷേ മിക്കവാറും ഞാൻ ഇനി ചെമ്മീൻ വാങ്ങുമ്പോഴൊക്കെ ഈ ഒരു റെസിപ്പി മാത്രമാണ് ട്രൈ ചെയ്യാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമല്ലേ, നല്ല അടിപൊളി ടേസ്റ്റുമാണ്. ദെൻ വൈ ഷുഡ് വി ഗോ ഫോർ അനദർ ഓപ്ഷൻ? അപ്പോൾ ദാ ചെമ്മീനൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൽ വെള്ളപ്പൊക്കെ ആയിരിക്കും. നല്ല അടിപൊളിയായിട്ട് ചെമ്മീനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് ദാ ഇതുപോലെയായിട്ട് കിട്ടും. ഈ ഒരു സമയത്ത് ഗ്രേവീൻ്റെ ടേസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിടാം, എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, വേറെ ഒന്നും ഇട്ട് കൊടുക്കണ്ട. പിന്നെ നിങ്ങൾക്ക് വെളിച്ചെണ്ണ കുറവാണെന്ന് തോന്നുകയെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വളരെ കുറവ് വെളിച്ചെണ്ണ മാത്രമായിട്ട് ആഡ് ചെയ്തിട്ടുള്ളൂ. ഗ്രേവിയൊക്കെ വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങാപ്പാൽ എടുക്കാം. ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതായത് ഒരു തേങ്ങേൻ്റെ പകുതി അതെടുത്തിട്ട് നാളികേരപ്പാൽ, നല്ല കട്ടിക്കുള്ള പാല് പിഴിഞ്ഞെടുക്കണം. ചെമ്മീൻ്റെ ആ മസാലയൊക്കെ ചെമ്മീനമ്മ നല്ലപോലെ കോട്ടായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ശരിക്കും ഈ തേങ്ങാപ്പാൽ ചേർക്കുന്നതിന് മുന്നുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതും നല്ല കിടിലൻ ടേസ്റ്റായിരുന്നു. ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ റോസ്റ്റായിട്ട് നമുക്കതിനെടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് വരുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാവും. നല്ല റിച്ച് ആൻഡ് ക്രീമി ആയിട്ടുള്ളൊരു ടേസ്റ്റ് ആവും. പിന്നെ ചെമ്മീനിൽ ഉപ്പുണ്ടോ എരിവുണ്ടോ എന്നൊന്നും അധികം നോക്കാതിരിക്കുകയാണ് നല്ലത്. നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റില്ല, പിന്നെ ചെമ്മീൻ ഫുള്ള് കാലിയാവും. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒരു 2-3 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. സിമ്മിലിട്ടിട്ട് തിളപ്പിച്ചാൽ മതി. നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണയും അതുപോലെ തേങ്ങാപ്പാലിൽ നിന്നുള്ള എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നവരെ ഒന്ന് സിമ്മിലിട്ടിട്ട് തിളപ്പിക്കുക. ഇതിൻ്റെ കളറൊക്കെ മാറി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒരു പൊടി പഞ്ചസാര ചേർക്കണം. നമ്മൾ ആ ഒരു എരിവും ഉപ്പും എല്ലാം ബാലൻസ് ചെയ്യാനായിട്ട് എല്ലാത്തിലും ഒരു തരി പഞ്ചസാര ഇടുമല്ലോ, അതുപോലെ ലാസ്റ്റായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പച്ചമുളക് ഇടുന്നുണ്ട്. ഈ പച്ചമുളക് ഇങ്ങനെ പച്ച കൊടുക്കാൻ ഇടുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. ഇനി എല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കി കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് കുറച്ച് ചാറ് കൊടുക്കനെയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തേങ്ങാപ്പാൽ ചേർത്ത് 1 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഓഫ് ചെയ്യാം. എന്നാലും ഞാനിത് ഉണ്ടാക്കാൻ എന്താ അത്ര ലേറ്റായി പോയെന്നാൽ ഇത് ഉണ്ടാക്കുമ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒക്കെ ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നാണല്ലോ. ഇത് ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ശരിക്കും നഷ്ടമായി പോയേനെ. ഇതിൻ്റെ കളർ അത്ര പോരല്ലോ, ഇതുണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവുമോ? ഇങ്ങനത്തെ ഡൗട്ടൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, വേഗം പോയി ഉണ്ടാക്കിക്കോ. ആ ഡൗട്ട് അങ്ങോട്ട് മാറ്റിക്കോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, ഉണ്ടാക്കാനും നല്ല എളുപ്പമല്ലേ. സാധാരണ ചെമ്മീൻ വെച്ചിട്ട് ചെമ്മീൻ കറിയും ചെമ്മീൻ റോസ്റ്റൊക്കെ ആയിരിക്കും എല്ലാവരും ഉണ്ടാക്കുക. അപ്പോൾ അടുത്ത വട്ടം ചെമ്മീൻ വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഞാനിവിടെ നെയ്ച്ചോറിൻ്റെ കൂടെയാണ് ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നെയ്ച്ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും.
അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്